േക്ക് പുതുതായി വരുന്ന ഡീറ്റെയിൽസ് ആണ്. ചോദ്യം ചെയ്യലിൽ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസിനോട് സമ്മതിക്കുന്നു നടൻ ഷൈൻ ടോം ചാക്കോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരികയാണ്. മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസിനെ അറിയിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. ലഹരി ഉപയോഗം സമ്മതിച്ചിരിക്കുന്നു ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി. അപ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നതടക്കം, എത്ര കാലമായി ഉപയോഗിക്കുന്നു എന്നടക്കം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ഷൈൻ ടോം ചാക്കോ എന്ന വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ഇപ്പോൾ വരികയാണ്. അതിന്റെ വിവരങ്ങളിലേക്ക് പോകാം. രാഗിനാണ് നമ്മോട് ചേരുന്നത്. രാഗിൻ, ആ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ? ആദ്യം അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. അതിനുശേഷം കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ പലതും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം പോലീസിനോട് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചു. മെത്തഫിറ്റമിനും കഞ്ചാവും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിരിക്കുന്നത്. പോലീസ് മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം, അതായത് പോലീസ് പരിശോധനയ്ക്ക് എത്തുന്ന ദിവസം താൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന മൊഴിയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടേ തന്നെ ആക്കിയിട്ടുണ്ട്. അച്ഛൻ ഇടപെട്ടാണ് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടേ ആക്കിയത്. കൂത്താട്ടുകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിലാണ് ആക്കിയിരുന്നത്. അതിനുശേഷം 12 ദിവസങ്ങൾക്കിപ്പുറം അവിടെ നിന്ന് പോന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഷൈൻ ടോം ചാക്കോ മൊഴിയായി പോലീസിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാണ്, അല്ലെങ്കിൽ അത്തരം ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത് പോലീസ്. ഇതോടൊപ്പം തന്നെ പേടിച്ചോടിയതാണ് എന്ന വാദം പോലീസ് അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലീസിൽ വന്ന് പരാതിപ്പെടാമായിരുന്നു. ഏതെങ്കിലും ഗുണ്ടകളെ ആണെന്ന് കരുതി വന്നതാണെങ്കിൽ പോലീസിൽ പരാതിപ്പെടാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് നേരെ ബോൾഗാട്ടിയിൽ പോയി അവിടെ നിന്ന് ആ ഹോട്ടലിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തു. അവിടെ നിന്ന് കാർ മാർഗം തൃശ്ശൂരിലേക്കും പാലക്കാടേക്കും തുടർന്ന് പൊള്ളാച്ചിയിലേക്കും പോയി. ഇതാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. മൊഴിയെടുപ്പ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. എന്തായാലും താൻ ഇത് ലഹരി ഉപയോഗിക്കാറുണ്ട് പൊതുവെ എന്ന കാര്യം ഷൈൻ ടോം ചാക്കോ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ആദ്യം സമ്മതിച്ചിരുന്നില്ല, പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം സമ്മതിച്ചു. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന അന്ന്, അതായത് പരിശോധനയ്ക്കായി എത്തുന്ന ഘട്ടത്തിൽ അത് ചെയ്തിരുന്നില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിനോട് ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരിക്കുന്നത്.